ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മര്യാദ കാണിക്കുന്നോടാ. നീ അടി മേടിക്കണ്ടെങ്കിൽ പുറത്തു വെക്കോ. ആഹാ, മാധ്യമ പ്രവർത്തകരുടെ നേരെ മർദ്ദനോ? ഇതിന് ഞാൻ പകരം ചോദിക്കും. നീ പകരം ചോദിക്കടാ, അവന്റെ ഒരു കുന്തം. I need some help. എത്രയോ വലിയൊരാളാ മാഡം. മാഡം എന്നോട് സഹായം ഒന്നും ചോദിക്കരുത്. ജസ്റ്റ് പ്ലേസ് ആൻ ഓർഡർ. ഇപ്പൊ അകത്തേക്ക് കയറ്റിവിടാൻ പറ്റില്ല. എനിക്ക് മിനിസ്റ്റർ കണ്ടേ പറ്റൂ. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രപ്രവർത്തകനാ. കാണാൻ പറ്റില്ലെന്ന് തന്നോടല്ലോടോ പറഞ്ഞത്. ഞാൻ മിനിസ്റ്റർ കണ്ടിട്ടേ പോകൂ. മാറി നിൽക്കണോ? മാറില്ല. തന്നോടല്ലേ പറഞ്ഞത്? തന്നോടല്ലേ പറഞ്ഞ ഞാൻ കണ്ടിട്ടേ അങ്ങോട്ട് പോകുന്നു. മാറി നിൽക്കാൻ. എന്നെ വിടാനാ തന്നോട് മാറി പറഞ്ഞു. നിൽക്കണോ അങ്ങോട്ട്? എനിക്ക് മിനിസ്റ്റർ കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ തന്നോട്? തന്നോടല്ലേ പറഞ്ഞ ഞാൻ കണ്ടിട്ടേ എടോ, പോകുന്നു. ഇവിടെ മാറ്. വിടാനാ പറഞ്ഞ. അവനെന്തേ കാണിക്കാൻ? ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ അവിടെ? അതേതോ മീഡിയക്കാരനാ. അയാൾ കുറെ നേരമായിട്ട് അവിടെ കിടന്ന് ബഹളം വെക്കുവാ. അയാള് ബഹളം വെച്ചിട്ട് അയാളുടെ പാട്ടിനെ പൊക്കോളൂ. അവന്റെ ഒരു ലൈൻ കണ്ടിട്ട് അവൻ പോകുന്ന മട്ടൊന്നുമില്ല. മീഡിയക്കാർ ഒരുമാതിരി നീറുകളെ പോലെയാ. കടിച്ച പിന്നെ വിടത്തില്ല. താനിങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്ത് ബഹളം വെച്ചാലും തന്നെ ഇപ്പൊ വിടില്ല എന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ ഞാൻ മിനിസ്റ്റർ കണ്ടിട്ടേ പോകൂ. എടോ, നിൽക്കാൻ. ഞാൻ എങ്ങോട്ടായി പോകുന്നത്? ആ ദീപകെ, സെക്യൂരിറ്റിയോട് അയാൾ അകത്തോട്ട് കടത്തിവിടാൻ പറയും. സെക്യൂരിറ്റി. യെസ് സാർ. അയാളെ കയറ്റിവിട്. ശരി സാർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. നമ്മള് പലവട്ടം കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ഓ, ഓർമ്മ നിൽക്കുന്നില്ല. എന്താ പേര്? പേര് പന്തള സുകുമാരൻ. ഞാനൊരു മാധ്യമ പ്രവർത്തകനാ. പത്രോണോ ചാനലാണോ? പത്രം. എന്റെ അച്ഛൻ തുടങ്ങിയ പത്രമാ. അച്ഛന്റെ പേര് കേട്ടിട്ടുണ്ടാവും, പന്തളം തങ്കപ്പൻ. 100-ലേറെ വർഷങ്ങളായി മാധ്യമരംഗത്ത് ഒരു ഇടിവാളാണ് എന്റെ പത്രം. ഇയാളത് ചളവാക്കോ? എന്ത് പത്രോ? കുന്തം. കുന്തോ? ആ, കുന്തം. എന്തേ? കുന്തത്തെ പറ്റി കേട്ടിട്ടില്ലേ? കുന്തത്തെ പറ്റി അറിയാം. വാലിക്കുന്തം, ഗുണ്ടുകുന്തം, സ്റ്റീൽ കുന്തം. ആ, സാർ കളിയാക്കുവാണല്ലേ. കഴിഞ്ഞ 100-ലേറെ വർഷങ്ങളായി കേരളീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇടിവാളായി മാറിയ പത്രമാണ് എന്റെ കുന്തം. ഓ, ഭരണരംഗത്തെ അഴിമതികൾ അത്രയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന കാര്യത്തില് മുഖ്യ പങ്ക് വഹിച്ച പത്രമാണ് ഈ കുന്തം. പന്ത് എന്ന പേരുള്ള വാരിക വേറെ. ഇയാള് വന്നതെന്തിനാന്ന് പറയും. സാറിന്റെ പേരിൽ ഉയർന്നു വന്ന ലാപ്ടോപ്പ് വിതരണ അഴിമതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഞാൻ വന്നത്. സ്കൂൾ കുട്ടികൾക്ക് ലാപ്ടോപ്പ് ഫ്രീ ആയി കൊടുക്കുന്ന പദ്ധതി കൊണ്ടുവന്നതും അത് ക്യാബിനറ്റിൽ പാസാക്കി എടുത്തതും സാറാണ്. കോടികൾ മുക്കാമെന്ന വ്യക്തമായ പദ്ധതിയോടെയല്ലേ സാർ ഈ പദ്ധതി പാസാക്കിയെടുത്തത്? മര്യാദയോട് സംസാരിക്കരുത്. ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കുന്നേ. സാർ എന്തിനാ ഈ ക്ഷോഭിക്കുന്നേ? അഴിമതി നടത്തിയത് കൊണ്ടല്ലേ സാർ ഇങ്ങനെ പാനിക് ആവുന്നേ? ഞാൻ ഇക്കാര്യത്തിലൊന്നല്ല, ഒരു കാര്യത്തിലും ഇന്ന് വരെ ഒരു അഴിമതിയും നടത്തിയിട്ടില്ല. സാറും സാറിന്റെ മരുമകനും ചേർന്ന് കോടികളുടെ കുംഭകോണമാണ് നടത്തിയിരിക്കുന്നത്. അതിന് വ്യക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്ക. ആ, ഹാജരാക്കും. ഈ കോടികളുടെ അഴിമതി കുന്തം പുറത്തു കൊണ്ടുവരും. സാറിന്റെ ബന്ധങ്ങൾ കൊണ്ട് മീഡിയയെല്ലാം കയ്യിലെടുത്തിരിക്കയില്ലേ?
ഈ അഴിമതി പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടി സാർ ഒത്തിരി അധ്വാനിക്കുന്നുണ്ടല്ലേ? പക്ഷേ ഈ അഴിമതി ഞാൻ പുറത്തു കൊണ്ടുവരും. സാറ് സൂക്ഷിച്ചോ. അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാ കാലത്തും നിലനിൽക്കില്ല സാറേ. ഞാൻ സാറിന്റെ മുഖം മൂടി പിച്ച് ചീന്തും. ഇതെന്താടോ, ക്യാമറയോ? മര്യാദ കേട് കാണിക്കുന്നോടാ. നീ അടി മേടിക്കണ്ടെങ്കിൽ പുറത്തു വെക്കോ. ആഹാ, മാധ്യമ പ്രവർത്തകരുടെ നേരെ മർദ്ദനോ? ഇതിന് ഞാൻ പകരം ചോദിക്കും. നീ പകരം ചോദിക്കടാ, അവന്റെ ഒരു കുന്തം. അതെ, പ്രതാപവർമ്മ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇന്ന് വരെ എന്റെ കൈകളിൽ ഒരു അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല. അത് മലയാളികൾക്ക് നന്നായിട്ടറിയാം. പിന്നെ നീയും നിന്നെ സ്വാധീനിക്കുന്ന ചില ശത്രുക്കളും ചേർന്ന് അപവാദ പ്രചരണങ്ങൾ നടത്തിക്കോ. ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം. എന്റെ സത്യസന്ധതയും സാമൂഹിക പ്രതിബദ്ധതയും അറിയാവുന്നവരാ എനിക്ക് വോട്ട് എന്ന് എന്നെ വിജയിപ്പിച്ചത്. എന്റെ ഏത് ശത്രുവാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ആ ശത്രുവിനോട് ചെന്ന് പറഞ്ഞേക്ക്. കടൽ നീന്തി കടക്കുന്നവനെ കൈത്തോട് കാണിച്ച് പേടിപ്പിക്കരുതെന്ന്. വാടക കേട്ടു വരാൻ. പോടാ വെളിയില്. അതെ, എത്ര കുഴിച്ചുപൂടാൻ നോക്കിയാലും അമ്മായിയപ്പനും മരുമകനും ചേർന്ന് നടത്തിയ അഴിമതി ഞാൻ പുറത്തുകൊണ്ട് വരും. ഒരു മാധ്യമ പ്രവർത്തകന് നേരെ കൈവച്ചിരിക്കുന്നത് നോക്കിക്കോ. ഇത് വല്ലാത്ത നാണക്കേടായല്ലോ പ്രതാപ. ഈ കഥ കാട്ടുതീ പോലെ കേരളം മുഴുവൻ പടരും. പ്രതാപ, ഞാൻ പറയുമ്പോ നിനക്ക് പരിഭവം തോന്നും. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അകലേ നോവിനാലേ